ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2-3 കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വയ്ക്കുന്ന ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് തലേന്ന് തന്നെ ഇതിൻ്റെ അരിയും കാര്യങ്ങളൊക്കെ പുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇതാ ഇഡ്ഡലി അരച്ചെടുക്കാനില്ലേ 2 കപ്പ് പച്ചരിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് പുതിർത്തി വെക്കാം. പിന്നെ ഇതാ അതുപോലെ തന്നെ ഉഴുന്നും ഇതിപ്പോൾ ഒരു 3/4 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്കും ഇത് നിറയാൻ മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഇഡ്ഡലി ഉണ്ടാക്കുന്നതിൻ്റെ തലേന്ന് ദിവസം രാവിലെയാണ് കേട്ടോ അതിൻ്റെ അരിയും കാര്യങ്ങളൊക്കെ പുതിർത്തി വെച്ചിട്ടുണ്ടായത്. പിന്നെ ഉച്ചക്കാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പുതിർത്തിയെടുത്ത് ഈ ഒരു വെള്ളം ചേർത്തിട്ട് തന്നെയാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കട്ടിയിലൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പച്ചരിയിലേക്ക് ഒരു 3/4 കപ്പ് ചോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം, ഇതൊന്ന് അരിഞ്ഞ് കിട്ടാനുള്ള വെള്ളം മാത്രമേ വേണ്ടൂ. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉഴുന്ന് അരച്ച് ചേർത്തിട്ടില്ല അതേ പാത്രത്തിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം അടച്ചു വെക്കുക. പിറ്റേ ദിവസം രാവിലെ എല്ലാം ആകുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് പൊങ്ങി വരും. ഇതിപ്പോൾ ഇതാ രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കലാന്ന്. ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുക. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 മുളകും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 തക്കാളിയും. ഇതിപ്പോൾ ചെറിയ സൈസുള്ള തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ ഒരു ചട്നിക്ക് ആവശ്യത്തിലുള്ള തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു ചട്നി ഒന്ന് കാച്ചിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുവും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് പൊട്ടി വന്നാൽ ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് അരച്ച് വെച്ചതിൽ ഞാൻ രാവിലെ തന്നെ ചെക്ക് ചെയ്തിന് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിന്. അതെന്തായാലും നമ്മൾ രാവിലെ നോക്കി വെക്കുമല്ലോ എന്തായി ഇതിൻ്റെ അവസ്ഥ എന്നൊക്കെ. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് ആദ്യം ചട്നി ഉണ്ടാക്കുക, എന്നിട്ട് ഇഡ്ഡലി കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ചട്നീൻ്റെ വീഡിയോ കാണിച്ചത്. ഇനിയിപ്പോൾ ഇതാ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി തുടങ്ങലാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഇഡ്ഡലിൻ്റെ ഒരു തട്ടിലേക്ക് കുറച്ച് ഓയിലൊന്ന് ആയി കൊടുക്കുന്നുണ്ട്. ഒന്ന് മുഴുവനായിട്ട് ആയി കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതിലേക്ക് ഓരോരോ കയ്യിലായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഭയങ്കര നിറഞ്ഞ് മറിയാൻ മാത്രം ഒഴിക്കണ്ട, ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതെന്തായാലും കുറച്ച് സൈസ് ആവുമല്ലോ. അപ്പോൾ ഇതാ അങ്ങനെ ഒന്ന് മുഴുവനായിട്ടൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ അത് പൊളിച്ചെടുക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. പിന്നെ തലേന്ന് നമ്മൾ സാമ്പാറെല്ലാം വെച്ചിട്ടെങ്കിലാണ് കേട്ടോ മെയിനായിട്ട് പിറ്റേ ദിവസം ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിക്കല് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഇന്ന് സാമ്പാറും ഉണ്ട് ചട്നിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിച്ച് കഴിഞ്ഞ ശേഷം കുറേ ദിവസമായിട്ട് ഒരു പണി ചെയ്യണമെന്ന് വിചാരിച്ച് പെൻഡിങ്ങിൽ വെച്ചൊരു പണിയാണ് കേട്ടോ ഇന്ന് ചെയ്തെടുക്കുന്നത്. കുറേ ദിവസമായി കുറച്ച് ഐറ്റംസിലൊന്ന് ഒന്ന് ഉപ്പിലിട്ട് വെക്കണം കഴിക്കണം എന്നല്ല ഇങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് വിചാരിച്ച് ആ പണിയൊന്ന് പെട്ടെന്ന് തീർക്കാമെന്ന്. ഇതിപ്പോൾ ഇതാ ചൂടുവെള്ളമൊക്കെ തണിഞ്ഞ് എടുത്തതാണ്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വിനീഗറും അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര ഐറ്റംസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ.
അപ്പോൾ ഇത് റെഡിയാക്കാനുള്ള ജാറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്. പിന്നെ എന്തെല്ലോ ഐറ്റംസ് ഒന്നുമല്ല, കക്കിരിയും ക്യാരറ്റും പൈനാപ്പിളും ആണ് ഇന്ന് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒന്നും കൂടി സേഫാണല്ലോ. പക്ഷെ എന്നാലും പുറത്തൊക്കെ ഇത് ജാറിൽ വെച്ചിട്ട് കാണുമ്പോൾ എന്തായാലും കഴിക്കാണ്ട് വരുമൊന്നും ചെയ്യൂല. അപ്പം അങ്ങനെ അപ്പോൾ ആദ്യത്തിൽ ഞാൻ ഇങ്ങനെ ക്യാരറ്റും കക്കിരിയും ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ എല്ലാം സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ആദ്യത്തെ ജാറിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ പൈനാപ്പിളും നീളത്തിൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ കഴിഞ്ഞിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് കേട്ടോ മാങ്ങ ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പം ഈ ഒരു പൈനാപ്പിളിലേക്ക് ഈ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ പൈനാപ്പിളിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉച്ചക്കേക്ക് വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇന്ന് ഉച്ചക്കേക്ക് ഫുഡ് പുറത്ത് പോയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. നമ്മൾ പയ്യന്നൂർ ഭാഗത്ത് ഓളെന്ന് പറഞ്ഞിടത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ മുന്നേ ഒരിക്കൽ പോയപ്പോൾ നമുക്ക് നെയ്ച്ചോറും ബീഫാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഏറ്റവും ഫേമസ് ഇവിടുത്തെ കഞ്ഞിയും ആണ്. അപ്പോൾ അന്ന് അത് കിട്ടാത്തതുകൊണ്ട് എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഒരു ദിവസം എന്തായാലും നേരത്തെ പോകണം എന്നുള്ളത്. ആ ദിവസം എന്തോ തലേന്ന് ഭയങ്കര മഴയും കാര്യങ്ങളും ആയതുകൊണ്ട് മീനും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കന്ന് നെയ്ച്ചോറും ബീഫും കിട്ടിയത്. അപ്പോൾ അങ്ങനെ കഞ്ഞി കുടിക്കണം എന്നുള്ളൊരാഗ്രഹത്തിൽ ഇന്ന് അങ്ങനെ അവിടത്തേക്ക് പോയി. അപ്പോൾ അവിടെ പോയപ്പം അന്ന് മഴയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ പോയ ഉടനെ എന്താ പറയുക ഫിഷും കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതെന്തായാലും ആയി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ. അവിടെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം ഉണ്ടായിന്. അപ്പം അതൊക്കെ എടുത്ത് പിന്നെ ഞണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ മീനും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഓർഡറെല്ലാം കൊടുത്തതിന് ശേഷം ഇവിടുത്തെ ഈ ഒരു ചുറ്റുപാട് കാണാൻ അടിപൊളിയാണ് കേട്ടോ. നല്ല കാറ്റും അതിൻ്റെ എന്താ പറയുക നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഇരിക്കാനും നല്ല കാറ്റും ഇതെല്ലാം ആയിട്ട് നല്ല രസമുണ്ടായിന്. അതിൻ്റെ ഒരു ചുറ്റിലും നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കണ്ടാകുമ്പോഴത്തേക്ക് ഫുഡും കാര്യങ്ങളെല്ലാം എത്തി. പിന്നെ ഈ ഒരു കഞ്ഞിൻ്റെ കൂടെ തന്നെ വറവും കാര്യങ്ങളും ചമ്മന്തിയും എല്ലാം ഉണ്ട്. പിന്നെ മീനും എല്ലാം അടിപൊളി തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.